കാര്യം എന്നെ ഒരാൾ വലിച്ചഴച്ച് എന്റെ സമ്മതമില്ലാതെ എന്റെ ദേഹത്ത് തൊട്ടാൽ എനിക്ക് അവരുടെ എതിരെ പ്രതികരിക്കാം. എന്റെ 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 കൂടെ തെറ്റിന്റെ ഇതിൽ വർഷങ്ങളോളമുള്ള നിലനിന്ന റിലേഷൻഷിപ്പിന് ഞാൻ അദ്ദേഹത്തെ അതിനെതിരെ പടവാൾ ഉയർത്തിയിട്ട് കാര്യമുണ്ടോ? അത് ചെയ്യുന്നത് ശരിയല്ലല്ലോ. നമ്മുടെ സമ്മതമില്ലാതെ നമുക്ക് വെറുപ്പോട് കൂടിയിട്ട് നമ്മളെ ഒരാൾ അങ്ങനെ അപ്രോച്ച് ചെയ്യുന്നതിനെ നമുക്ക് അത് വെർബൽ റേപ്പിനെ പോലെ അതിനെ നമുക്ക് പ്രതിരോധിക്കാം അങ്ങനെയാണെങ്കിൽ. പക്ഷേ ഞാൻ ഒരാളുടെ അടുത്ത് ഇഷ്ടത്തോടു കൂടി തന്നെ ജീവിച്ചിട്ട് പിന്നെ 5-6 വർഷം 7-8 വർഷം ജീവിച്ചതിന് ശേഷം പിന്നെ കുറ്റം പറയേണ്ട കാര്യമുണ്ടോ? അതിൽ അർത്ഥമില്ലല്ലോ. നമസ്കാരം. ഉഭയസമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധങ്ങൾ കാലം കുറച്ചു കഴിഞ്ഞ് തമ്മിലൊന്ന് പിണങ്ങുമ്പോൾ പീഡനമാകുന്ന കാലത്ത് അതിജീവിത എന്ന വാക്ക് പോലും പരിഹാസ്യമാകുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. യഥാർത്ഥത്തിൽ ലൈംഗിക അതിക്രമത്തിന് ഇരയാകുന്ന പിഞ്ചു കുഞ്ഞുങ്ങളടക്കമുള്ളവർക്ക് നീതിയില്ലാത്ത ഈ കാലത്ത് പ്രേമബന്ധം അഥവാ ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധം തകരുമ്പോൾ പകവീട്ടലിനായി അതിജീവിത പട്ടം എടുത്തണിയുന്നവരെ ആഘോഷമാക്കുകയാണ് നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ. യഥാർത്ഥത്തിൽ അവിടെ ഇരകളാകുന്നത് പലപ്പോഴും പുരുഷന്മാരാണ് എന്നും പറയേണ്ടി വരും. അതിൽ കൃത്യമായും രാഷ്ട്രീയ അജണ്ടകൾ കൂടി ഉണ്ടാകുമ്പോൾ മാധ്യമ ശ്രദ്ധ കൂടും. അത്തരത്തിൽ കുറച്ചു നാളുകളായി കേരളത്തിലെ മാധ്യമങ്ങൾ ഇഴകീറി വിചാരണ നടത്തുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന കോൺഗ്രസിന്റെ പ്രതീക്ഷയായി വളർന്നു വന്ന നേതാവിനെയാണ്. കേരളത്തിലെ MLA-യാണ്. കൂണ് മുളയ്ക്കും പോലെ മുളച്ചു പൊന്തുന്ന അതിജീവിതമാരും ഒരേ അച്ചിൽ വാർത്ത FIR-ലെ തിരക്കഥകളും എല്ലാം ആഘോഷമാക്കുന്ന മാധ്യമങ്ങൾ തന്നെ ഇരകളെ തപ്പിയിറങ്ങിയ കുറച്ച് മാസങ്ങളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ അവസരങ്ങളിലെല്ലാം തന്നെ മലയാളി ഓർക്കുന്ന മറ്റൊരു അതിജീവിതനുണ്ട് കേരള രാഷ്ട്രീയത്തിൽ. മലയാളികളുടെ സ്വന്തം കുഞ്ഞുഞ്ഞ് ഉമ്മൻചാണ്ടി. രാഷ്ട്രീയ വൈരാഗ്യത്തിൽ പിറന്ന സോളാർ നായികയുടെ അപസർപ്പക കഥകളിൽപ്പെട്ട നീറിയ ആ മനുഷ്യൻ വിശുദ്ധനാണ് എന്ന് കാലം തെളിയിച്ചപ്പോൾ അന്ന് വേട്ടയാടിയവർക്കൊന്നും തന്നെ ഒരു മാപ്പ് പറയാനുള്ള അവസരം പോലും ലഭിച്ചില്ല. ഉമ്മൻചാണ്ടി എന്ന മനുഷ്യനെ വേട്ടയാടാൻ എതിരാളികൾ ആയുധമാക്കിയവൾ ഇന്ന് കണ്ണീരൊഴിയാതെ രോഗശൈലിയിൽ അവശതയിൽ കിടക്കുന്നതും കാലത്തിന്റെ വികൃതിയാണ്. ഏതായാലും വർഷങ്ങൾക്കിപ്പുറം ഉമ്മൻചാണ്ടിയെ കൊടുക്കാൻ സോളാർ നായികയെ ഇറക്കിയത് ആരാണ് എന്ന ചോദ്യത്തിന് ജനങ്ങൾക്ക് കൃത്യമായ ഉത്തരം കിട്ടിക്കഴിഞ്ഞു. ഇതിൽ ഇന്നത്തെ മന്ത്രി ഗണേഷ് കുമാറിന്റെ വ്യക്തമായ പങ്കും പുറത്തു വന്നു. ഗണേശന് ഉമ്മൻചാണ്ടിയോടുണ്ടായിരുന്ന വൈരാഗ്യവും പക തീർക്കാൻ കൂട്ടിച്ചേർത്ത സോളാർ നായികയുടെ കത്തിലെ പേജുകളുമെല്ലാം തെളിവ് സഹിതം പുറത്തായി. കൂട്ടത്തിൽ ഗണേശനും സോളാർ നായികയും തമ്മിലുണ്ടായിരുന്ന അവിശുദ്ധ ബന്ധവും സോളാർ നായികയുടെ കുഞ്ഞിന്റെ പിതാവായ മന്ത്രിയുടെ കഥകളുമെല്ലാം ജനങ്ങൾ അറിഞ്ഞു. എന്നാൽ ആ സ്ത്രീയുടെ ഒരു പ്രതികരണമാണ് ഇപ്പോൾ ശ്രദ്ധയാകർഷിക്കുന്നത്. തന്റെ കുഞ്ഞിന്റെ അവകാശം ചോദിച്ചുകൊണ്ട് മന്ത്രിയായ കുഞ്ഞിന്റെ അച്ഛനെ തേടി താൻ ഒരിക്കലും ചെല്ലില്ല എന്നാണ് അവരുടെ വാക്കുകൾ. അയാളുമായി ഉണ്ടായിരുന്ന ബന്ധം ഹിതമായാലും അവിഹിതമായാലും അതിൽ താൻ കൂടെ പങ്കാളിയാണ് എന്നും അയാളെ മാത്രമായി കുറ്റപ്പെടുത്താൻ ഒരിക്കലും തയ്യാറല്ല എന്നും അവർ പറഞ്ഞു. തന്റെ പൂർണ്ണമായ ഇഷ്ടത്തോടും സമ്മതത്തോടും കൂടിയാണ് താൻ അദ്ദേഹവുമായി 8 വർഷക്കാലം ഒരുമിച്ച് ജീവിച്ചത് എന്നും അതിന്റെ പേരിൽ അയാളുടെ അച്ഛൻ പട്ടം എന്റെ കുഞ്ഞിന് വേണമെന്ന് പറഞ്ഞുകൊണ്ട് താൻ പിന്നാലെ ചെല്ലില്ല എന്നും സരിത പറഞ്ഞു. ഉഭയകക്ഷി സമ്മതപ്രകാരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിനു ശേഷം പിന്നീട് ബലാത്സംഗ പരാതി നൽകുന്ന ചില അതിജീവിതമാർക്കുള്ള കൃത്യമായ മറുപടി കൂടിയാണ് സരിതയുടെ വാക്കുകൾ. അതേസമയം പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രണ്ടാമത്തെ ബലാത്സംഗ കേസിലെ അതിജീവിത രഹസ്യമൊഴി നൽകി. ഒന്നിലേറെ തവണ പീഡിപ്പിച്ചതായിട്ടാണ് അതിജീവിത നൽകിയിരിക്കുന്ന മൊഴി. നെടുമങ്ങാട് കോടതിയിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരായി രഹസ്യമൊഴി നൽകുകയായിരുന്നു. കേസുമായി ബന്ധപ്പെട്ട തെളിവുകളും ഹാജരാക്കിയതായി സൂചനയുണ്ട്. വിവാഹ വാഗ്ദാനം നൽകി ഹോം സ്റ്റേയിൽ എത്തിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ ബലാത്സംഗം ചെയ്തു എന്ന് പരാതി നൽകിയ ബാംഗ്ലൂരുവിൽ താമസിക്കുന്ന 21 വയസ്സുകാരിയാണ് രഹസ്യമൊഴി നൽകിയത്. തനിക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങൾ അതിജീവിത കോടതിയെ അറിയിച്ചു. ഈ കേസിൽ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി രാഹുലിന് മുൻകൂർ ജാമ്യം നൽകി. യുവതിയുടെ രഹസ്യമൊഴിയുടെ അടിസ്ഥാനത്തിൽ കോടതി നിർദ്ദേശപ്രകാരം വരും ദിവസങ്ങളിൽ പോലീസ് തുടർ നടപടികളിലേക്ക് കടക്കുമെന്നാണ് സൂചന. ഈ സഭയെ കിടന്ന് അലയ്ക്കുന്ന നേരം മതിയല്ലോ ഒരു പെറ്റീഷൻ DGPക്ക് കൊടുക്കാൻ. അതെന്താ കൊടുക്കാത്തെ? എന്റെ മോള് അച്ചൂമിന് പിന്നെ സൈബർ അറ്റാക്ക് വന്നത് സൈബർ അറ്റാക്ക് ആണല്ലോ. പിന്നെ മറ്റുള്ള പെണ്ണുങ്ങൾക്കൊന്നും സൈബർ അറ്റാക്ക് വന്നത് സൈബർ അറ്റാക്ക് അല്ലല്ലോ. എന്നെ അറ്റാക്ക് ചെയ്തോ? എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ അച്ഛന്റെ കൂട്ട് കരയാനും പോകുന്നില്ല, ഒന്നും പോകുന്നില്ല. മോളെ എന്തിനാണ് വലിച്ചിടുന്നത്? മക്കളെ അത് 8ാം ക്ലാസ് ഇന്ന് സ്കൂളിൽ പോയിട്ടില്ല. അവന്മാര് ഇയാളുടെ അവിഹിത സന്തതിയാണ് എന്റെ മോളെന്ന്. അവിഹിതമാണോ വിഹിതമാണോ എന്നുള്ളത് നമ്മളല്ലേ നോക്കേണ്ടത്. എനിക്ക് അയാളുടെ അഡ്രസ് സ്ട്രിപ്പ് വേണ്ടെങ്കിലോ അച്ഛൻ എന്നുള്ള ഷിപ്പ് വേണ്ടെങ്കിലോ ഞാൻ എവിടെയെങ്കിലും അയാൾ അച്ഛനാണെന്ന് പറഞ്ഞ് പിച്ചെ എടുക്കാൻ അയാളുടെ വീട്ടിൽ പോയോ? ഞാൻ എവിടെയെങ്കിലും പറഞ്ഞോ? എനിക്ക്
അയാളുടെ ഇത് വേണം എന്ന് പറഞ്ഞോ, അല്ലെങ്കിൽ അയാള് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ലല്ലോ. അല്ലെ, ഒരു തരത്തിലും അറ്റാക്ക് ചെയ്യാൻ പോയില്ലല്ലോ, മിണ്ടാൻ പോയിട്ടില്ല. പിന്നെ എന്തിനാണ് അതെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടായിരിക്കുമല്ലോ മിണ്ടാതിരിക്കുന്നത് ഒരു വ്യക്തി. കാര്യം എന്നെ ഒരാൾ വലിച്ചഴച്ച് എന്റെ സമ്മതമില്ലാതെ എന്റെ ദേഹത്ത് തൊട്ടാൽ എനിക്ക് അവരുടെ എതിരെ പ്രതികരിക്കാം. എന്റെ എന്റെ കൂടെ തെറ്റിന്റെ ഇതിൽ വർഷങ്ങളോളമുള്ള നിലനിന്ന റിലേഷൻഷിപ്പിന് ഞാൻ അദ്ദേഹത്തെ അതിനെതിരെ പടവാൾ ഉയർത്തിയിട്ട് കാര്യമുണ്ടോ? അത് ചെയ്യുന്നത് ശരിയല്ലല്ലോ. നമ്മുടെ സമ്മതമില്ലാതെ നമുക്ക് വെറുപ്പോട് കൂടിയിട്ട് നമ്മളെ ഒരാൾ അങ്ങനെ അപ്രോച്ച് ചെയ്യുന്നതിനെ നമുക്ക് അത് വെർബൽ റേപ്പിനെ പോലെ അതിനെ നമുക്ക് പ്രതിരോധിക്കാം അങ്ങനെയാണെങ്കിൽ. പക്ഷേ ഞാൻ ഒരാളുടെ അടുത്ത് ഇഷ്ടത്തോടു കൂടി തന്നെ ജീവിച്ചിട്ട് പിന്നെ 5-6 വർഷം 7-8 വർഷം ജീവിച്ചതിന് ശേഷം പിന്നെ കുറ്റം പറയേണ്ട കാര്യമുണ്ടോ? അതിൽ അർത്ഥമില്ലല്ലോ.